ബ്രോസ്റ്റഡ് ഇഷ്ടമുള്ളവരെ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഇല്ലെങ്കിൽ വല്ലാത്ത മിസ്സിങ് ആയിരിക്കും. അത്രയ്ക്ക് അടിപൊളിയാണ്, എന്തായാലും ചെയ്ത് നോക്കണം. ഞാനിവിടെ ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിൽ ഫോർക്ക് കൊണ്ട് നല്ല രീതിക്ക് ഹോൾസ് ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു അര നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്, വിനാഗിരിയും ചേർത്ത് കൈകൊണ്ട് നല്ല രീതിക്ക് മിക്സാക്കി എടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പൊരിക്കുന്നതിന് കുറച്ച് മുമ്പ് എടുത്തിട്ട് മൈദാമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് കൈകൊണ്ട് കുഴയ്ക്കുക. വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു പരുവാവുന്നവരെ ഒഴിക്കുക. ഇതിലുള്ള ഈ ഒരു അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഈ ഡ്രൈ ബാറ്ററിലോട്ട് ഇടേണ്ടതാണ്. അപ്പോൾ ഡ്രൈ ബാറ്റർ തയ്യാറാക്കാനായിട്ട് മൈദാമാവ് എടുത്തിട്ടുണ്ട്, കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, കുറച്ച് ചുക്കുപൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണേ, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നല്ല രീതിക്ക് മിക്സാക്കി എടുക്കാം. ഇതിലോട്ട് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സൊക്കെ ചേർക്കാം കേട്ടോ, ആവശ്യാനുസരണം. ഇനി ഇതിലോട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഒരു അരപ്പുണ്ടല്ലോ, അതും കൂടെ കുറച്ചൊന്ന് കൈകൊണ്ട് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഇട്ട് നല്ല രീതിക്ക് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. ഈ സംഭവം സത്യം പറഞ്ഞാൽ ഞാൻ SRG യാത്ര ഉണ്ടല്ലോ, ആ വ്ലോഗ് കണ്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ എല്ലാത്തിലും കോൺഫ്ലെക്സ് ആണല്ലോ ഇടുക, പക്ഷേ ഇത് അടിപൊളിയാണ്. കോൺഫ്ലെക്സിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ടെക്സ്ചറൊക്കെ പക്കാ കിട്ടും, നല്ല ടേസ്റ്റിന് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഷാലോ ഫ്രൈ അല്ല, ഡീപ് ഫ്രൈ തന്നെ ചെയ്യുക കേട്ടോ. ബ്രോസ്റ്റഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ നോമ്പ് തുറക്കാൻ നേരത്ത് പെട്ടെന്ന് മോക്ക് വേണ്ടി ഇങ്ങനെ ചെയ്താണ്. ഈ ഒരു 3 പീസ് മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും അടിപൊളിയായിട്ട് കിട്ടും. അകം വേവാനായിട്ട് കുറച്ച് പാടായിരിക്കും. കണ്ടോ ടെക്സ്ചർ കണ്ടോ, നല്ല സൂപ്പറായിട്ട് KFC എന്നൊക്കെ വാങ്ങുന്ന പക്കാ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഞാൻ വന്നപ്പോൾ ഡീപ് ഫ്രൈ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇത്രയും പറയാൻ കാര്യം അത്ര അടിപൊളിയായതുകൊണ്ടാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു മയണൈസ് ഉണ്ടാക്കി, പൊട്ടറ്റോ വെച്ചിട്ടാണ് ഞാൻ റെസിപ്പി ഇടാവേ. നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന പെർഫെക്റ്റ് മയണൈസ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ, ഈ ചിക്കൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തോരം അടിപൊളിയാണെന്ന്. ടേസ്റ്റിനും ഒരു കുറവില്ല, അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ.